ഒരു വലിയ പട്ടണത്തിൽ ഈവ എന്നൊരു മിടുക്കി താമസിച്ചിരുന്നു. അവൾക്ക് 5 വയസ്സായിരുന്നു പ്രായം. ഒരു ദിവസം അച്ഛൻ ഈവയെ നഗരത്തിലെ ഒരു മിഠായി കടയിൽ കൊണ്ടുപോയി. അവൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മഴവിൽ മിഠായി വാങ്ങി നൽകി. ആ മിഠായിക്ക് നീല, ചുവപ്പ്, പച്ച, മഞ്ഞ അങ്ങനെ എല്ലാ നിറങ്ങളും ഉണ്ടായിരുന്നു. ആ മിഠായി കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഈവ മിഠായിയുടെ കവർ ചെറുതായി ഒന്ന് പൊട്ടിച്ച് അതിന്റെ മണം ആസ്വദിച്ചു. ആഹാ, എന്ത് നല്ല മണം! ഇത് ഞാൻ മാത്രം കഴിക്കും, ആർക്കും കൊടുക്കില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. മിഠായിയുമായി ഈവ വീട്ടിലെത്തി. ജനലിനടുത്തിരുന്ന് പതിയെ മിഠായി കഴിച്ചു തുടങ്ങി. മിഠായിക്ക് നല്ല മധുരം. അപ്പോഴാണ് ജനലിനു പുറത്ത് ഒരു കൊച്ചു കാക്ക കാ കാ എന്ന് ശബ്ദമുണ്ടാക്കി പറന്നു വന്നത്. ഈവ വീട്ടിലുള്ളപ്പോഴെല്ലാം ഈ കാക്ക ഈവയുടെ മുറിയുടെ ജനാലയ്ക്കരികിൽ വന്നിരിക്കും. അവൾ ചിത്രം വരയ്ക്കുന്നതും പഠിക്കുന്നതുമൊക്കെ ആ ജനലരികിലിരുന്ന് കാണും. ഒരിക്കൽ കള്ളിപ്പൂച്ച ഈവയ്ക്ക് കുടിക്കാനുള്ള പാൽ കട്ടെടുക്കാൻ വന്നപ്പോ കാ കാ എന്ന് ഒച്ച വെച്ച് കള്ളിപ്പൂച്ചയെ ഓടിച്ചതും ഈ കാക്കയാണ്. ഈവയെ ഇഷ്ടമുള്ള ഒരു പാവം കാക്കയായിരുന്നു അത്. അന്ന് കാക്കയെ കാണുമ്പോൾ അത് വല്ലാതെ തളർന്നിരിക്കുന്നത് പോലെ തോന്നി. ഈവയെ നോക്കി ചിറകടിച്ച് കാക്ക ശബ്ദമുണ്ടാക്കി. പോ പോ കാക്കേ പോ, ഇത് ഞാൻ ആർക്കും തരില്ല, ഈവ മിഠായി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ കാക്ക പോയില്ല. സങ്കടത്തോടെ അവളെ നോക്കി. ഈവ കാക്കയെ ശ്രദ്ധിക്കാതെ കുറച്ചുകൂടി മിഠായി കഴിച്ചു. ഈവയുടെ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അമ്മ ഈവയുടെ അരികിലേക്ക് വന്നു പറഞ്ഞു, ഈവ മോളെ, നോക്ക്, ആ കാക്ക വിശന്ന് തളർന്ന് സങ്കടത്തിലിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ വലിയ മിഠായിയിൽ നിന്ന് ഒരു കുഞ്ഞു കഷ്ണം അതിന് കൊടുത്താൽ ആ കാക്കയ്ക്കും സന്തോഷമാവില്ലേ? ഈവയ്ക്ക് അമ്മ പറഞ്ഞത് മനസ്സിലായി. പാവം കാക്ക അല്ലേ അമ്മേ, ഒരിത്തിരി മിഠായി ഞാൻ കൊടുക്കാം. അവൾ മിഠായിയുടെ ഒരറ്റം ചെറുതായി ഒടിച്ചു. എന്നിട്ട് കാക്കയുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. കാക്ക ഈവയെ നോക്കി കാ കാ എന്ന് സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കി. അത് കണ്ടപ്പോൾ ഈവയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഈവ അമ്മയെ കെട്ടിപ്പിടിച്ച് ഒരു ചക്കരയുമ്മ കൊടുത്തു. ഈവയ്ക്ക് അന്ന് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ആ സന്തോഷത്തിന് ഇരട്ടി മധുരമുണ്ടാവും.